Good afternoon, all of you. ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ പറയാം അല്ലേ? All of you textbook, take your textbook. Okay, page number 34. എല്ലാവരും എടുത്തോ? അതിലെന്താണ് അർത്ഥം നമ്മൾ പറഞ്ഞു അല്ലേ? പറഞ്ഞില്ലേ അർത്ഥം? എന്തൊക്കെയാണ് പറഞ്ഞത് അനിഹ? തടം അല്ലെ? എന്താ പറഞ്ഞു നമ്മള്? നനയ്ക്കുന്ന വെള്ളം തടഞ്ഞു നിർത്താനായി ചെടിക്ക് ചുറ്റും മണ്ണ് കൊണ്ട് തീർക്കുന്ന തിട്ടയ്ക്കാണ് എന്ത് തടം എന്ന് പറയുന്നത് അല്ലെ? നെക്സ്റ്റ് പൊടിക്കുക, കിളിർക്കുക, തളിരില, കിളുന്നില അല്ലെ? അർത്ഥം മനസ്സിലായില്ലേ? തളിരില, തളിരില പറഞ്ഞതാണ് കിളുന്നില, ചെറിയ ഇല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പൊടിക്കുക, പൊടിക്കുക, കിളിർക്കുക. നെക്സ്റ്റ് ഉത്തരം കണ്ടെത്തുകയാണ് അല്ലെ? മാലതിക്ക് വിത്ത് കൊടുത്തത് ആര്? ആരാ മാലതിക്ക് വിത്ത് കൊടുത്തത്? ആരാ ടെസ? മാലതിക്ക് വിത്ത് കൊടുത്തത് ആര്? മിനി ചേച്ചിയാണ് മാലതിക്ക് വിത്ത് കൊടുത്തത്. നെക്സ്റ്റ് വൺ, മുള പുറത്ത് വന്നത് എപ്പോൾ? എപ്പോഴാണ് മുള പുറത്ത് വന്നത് മാളവിക? എപ്പോഴാണ് മുള പുറത്തു വന്നത്? ഓക്കെ, വിത്ത് നട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മുള പുറത്തു വന്നത് അല്ലേ? ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണേ മക്കളെ. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്? മാലതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത് എപ്പോൾ? എപ്പോഴാണ്? ആരാ പറയുന്നത്? കുര്യൻ ജോസഫ്. എപ്പോഴാണ് മോനെ മാലതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത്? എവിടെ കുര്യൻ ജോസഫ്? അൺമ്യൂട്ട് ചെയ്യാതെ, പ്ലീസ് അൺമ്യൂട്ട്. വെള്ളരി വള്ളി പൂവിട്ടത് കണ്ടപ്പോഴാണ് ആര്? മാലതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത്. വെള്ളരി വള്ളി പൂവിട്ടത് കണ്ടപ്പോഴാണ് മാലതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത് അല്ലേ? നെക്സ്റ്റ് അത് കഴിഞ്ഞു അല്ലെ? ക്വസ്റ്റ്യൻ ആൻസർ 3 എണ്ണാണ്. മിസ് എഴുതി സെൻഡ് ചെയ്ത് തരും. നിങ്ങൾ തെറ്റിച്ചൊന്നും എഴുതണ്ട കേട്ടോ, ഒറ്റയ്ക്ക്. നെക്സ്റ്റ് പദങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണ് അല്ലെ? എന്താണുള്ളത് അവിടെ? ഇള്ള അല്ലെ? ഇള്ള എന്ന കൂട്ടക്ഷരമുണ്ട്. അപ്പൊ ചേർന്ന് വരുന്ന പദങ്ങൾ എഴുതുക. ഇള്ള ചേർന്ന് വരുന്ന പദങ്ങൾക്ക് ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? തുള്ളിച്ചാടി, തുള്ളിച്ചാടിയും തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിച്ചത്? ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആരാ പറയുന്നതിന്? നാഫി, എന്തൊക്കെയാ പഠിച്ചേ മോനെ? ഇള്ള വരുന്ന ഏതൊക്കെ വേർഡുകളാണ്, ഏതൊക്കെ പദങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത് ഈ പാഠത്തില്? നാഫി, can you hear me? നാഫി, നെക്സ്റ്റ് കാണുന്നില്ല, കേൾക്കുന്നില്ല അല്ലെ? എന്തോ നെറ്റ് പ്രോബ്ലം ആണ്. നെക്സ്റ്റ് അനഘ സുരേഷ്. അനഘ, എന്തൊക്കെയാ മോളെ അതിലുള്ളത് പാഠത്തില്? ഓക്കെ, വള്ളി, വെള്ളരി, പിന്നെന്താ ഉള്ളത്? വെള്ളം അല്ലെ? വെള്ളം ഇല്ലേ? ഓ, അപ്പൊ എഴുതിക്കോ. ഫസ്റ്റ് താഴത്ത് തുള്ളിച്ചാടി എന്നുള്ളതിന്റെ അടുത്ത കുളത്തിൽ നിങ്ങൾ എന്ത് എഴുതണം? വള്ളി. വള്ളീന്ന് എഴുതാൻ അറിയില്ലേ മക്കൾക്ക്? വള്ളി. എങ്ങനെയാ എഴുതുക വള്ളീന്ന്? വാ എഴുതും, ഇള്ള കൂട്ടക്ഷരാണ്. ഇള്ള 2 എണ്ണം വേണം അല്ലെ? എന്നിട്ട് എന്തിടണം? ഈ ചിഹ്നം ഇടണം. ഈ ചിഹ്നം അറിയില്ലേ നിങ്ങൾക്ക്? ഈ എന്ന ചിഹ്നം
വള്ളി. ഓക്കെ, അപ്പൊ വള്ളീന്ന് എഴുതുമ്പോ അങ്ങനെ എഴുതുക. നെക്സ്റ്റ് വൺ എന്താണ് നമ്മൾ പറഞ്ഞത്? വെള്ളരി അല്ലെ? വെള്ളരി. വെള്ളരിന്ന് എങ്ങനെയാ എഴുതുക? ആരൊക്കെയാ ബോർഡിൽ വരക്കുന്നത്? ഹിബ ഫാത്തിമ ഉണ്ട് അല്ലെ? ബോർഡിൽ ഒരു കാരണവശാലും നിങ്ങൾ വരക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ വള്ളി. നെക്സ്റ്റ് എന്താ നമുക്ക് എഴുതേണ്ടത്? വെള്ളരി. വെള്ളരി എഴുതണം അല്ലെ? നമുക്ക് എഴുതിയോ? ആദ്യത്തെ വള്ളി എഴുതി നിങ്ങള്. നെക്സ്റ്റ് വെള്ളരി. വാ എഴുതുക, അല്ല എ എന്ന ചിഹ്നം ഇടുക, എന്നിട്ട് വാ എഴുതുക. ഇള്ള. വെള്ളരി അല്ലെ? വെള്ളരി. ശ്രദ്ധിക്കുന്നില്ലേ മക്കളെ നിങ്ങള്? അപ്പൊ വള്ളി, വെള്ളരി. നെക്സ്റ്റ് ഒരു കോളം കൂടെ അവിടെ ബാക്കിയുണ്ട് അല്ലെ? അതിലെന്ത് എഴുതണം നമ്മള്? വെള്ളം. ഇത് കളയട്ടെ മിസ്? ഇവിടെ എഴുതാം വെള്ളം. മൂന്നാമത്തെ എന്താ എഴുതേണ്ടത്? വെള്ളം. വാ. അത് നീറ്റിൽ എഴുതണേ മിസ്. മൗസ് കൊണ്ട് എഴുതുമ്പോ അത്ര നീറ്റൊന്നുമില്ല. വെള്ളം. ഒരു കുഞ്ഞ് അനുസ്വാരം ഇടണം അല്ലേ? വെള്ളം, കുഞ്ഞു പൂജ. അപ്പൊ അനുസ്വാരം എന്നാണ് അതിനെ പറയുക. അപ്പൊ വെള്ളം. ഏ ചിഹ്നിട്ടു, എന്നിട്ട് വാ എഴുതി. വേ. ഏ ചിഹ്നങ്ങൾ നിങ്ങൾ മിൻഹാജ് എന്താ പരിപാടിയിടാ? സ്ക്രീനിൽ വരക്കുന്നുണ്ടോ മിൻഹാജ്? അപ്പൊ എ എന്ന ചിഹ്നം ഇടുക, വാ എഴുതുക. എഴുതുന്ന നിങ്ങൾ ചിഹ്നങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മക്കളെ. എ ചിഹ്നം ഇട്ടു, വാ എഴുതി, ഇള്ള എഴുതി, അനുസ്വാരം ഇട്ടു. അപ്പൊ വെള്ളം ട്ടോ. ചിഹ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ നല്ല വൃത്തിയാവും. സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ ഒരുപാട് ബെറ്റർ ആണ്. വലിയ ക്ലാസ്സിലെ കുട്ടികൾ കുറെ ഉണ്ട് എന്ന് എഴുതാത്തവര് അല്ലെ? ഓക്കെ, അപ്പൊ വെള്ളം. അപ്പൊ മൂന്നെണ്ണം എഴുതിയോ മക്കളെ? താഴെ താഴെ വെള്ളം. ക്ലിയർ ചെയ്തോട്ടെ മിസ്? കളഞ്ഞോട്ടെ? ഓക്കെ, അപ്പോ നമ്മൾ മൂന്നെണ്ണം എഴുതി അല്ലേ? എന്തൊക്കെ? വള്ളി, വെള്ളരി, വെള്ളം. ഇള്ള വരുന്ന 3 പദങ്ങൾ. നെക്സ്റ്റ് നാലാമത്തെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. 4 എന്താണ്? കണ്ടെത്തി എഴുതുക. കണ്ടെത്തി എഴുതുക. കൃഷിച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതുക. ഒന്ന് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? വിത്താഴം ചെന്നാൽ പത്തായം നിറയും. വിത്താഴം ചെന്നാൽ പത്തായം. വിത്താഴം. വിത്താഴത്ത് ചെന്നാൽ എന്ത് ചെയ്യാ? പത്തായം നിറയും അല്ലെ? അങ്ങനെ അർത്ഥം. അപ്പൊ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്തായം നിറയും അല്ലെ? ഇഷ്ടം പോലെ ഭക്ഷ്യവിഭവങ്ങൾ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അടുത്തത് എന്താ എഴുതണ്ടെന്ന് അറിയോ? ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക. എങ്ങനെ എഴുതണം? എഴുതണ്ടേ? അടുത്ത ലൈനിൽ എഴുതേണ്ടതാണ് മിസ് പറഞ്ഞു തരുന്നത്. ആഴത്തിൽ രണ്ടാമത്തേൽ എഴുതേണ്ടതാണ്. ആഴത്തിൽ ഉഴുത്. ഊ എഴുതുക, എഴുതുക, ഊച്ചിന്നിടുക. വൃത്തിയില്ല, അതൊന്നും വായിക്കുന്നുണ്ടോ? ഓക്കെ. എഴുതിയിട്ട് എന്തിടണം? ചന്ദ്രക്കല ഇടണം അല്ലെ? ഉഴുത്. ഇതിനാണ് ചന്ദ്രക്കല എന്ന് പറയാ. പാഴത്തിൽ ഉഴുത്. ഇത് ഇന്നല്ല കേട്ടോ, ഇത് ഇല്ലാണേ. താഴെ എഴുതി മുകളിലോട്ട് ഇടുന്നത് ചിലക്ഷരായ ഇല്ല. ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക. അകലത്തിൽ
ത യ കു ക അല്ലേ? എന്താണ്? ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക. ഒന്നാമത്തത് അല്ലേ? വിത്താഴ്ന്നാൽ പത്താഴ്ന്നിറയുന്നൽ പോലെയുള്ള കൃഷിച്ചൊല്ലുകളാണ് പറയുന്നത്. ഒന്നാമത്തേത് നിങ്ങൾ എഴുതിയോ മക്കളേത്? മിസ് എഴുതിയ പോലെ താഴെ താഴെ എഴുതരുതേ, നീട്ടി എഴുതുക ലൈനിൽ. ഓക്കെ, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. നെക്സ്റ്റ് എന്താണ്? 1 വിതച്ചാൽ 100 വിളയും അല്ലേ? 1 വിതച്ചാൽ 100 വിളയും. അത് ഇത് എഴുതി കഴിഞ്ഞോ മക്കളെ എല്ലാവർക്കും? ജുവല് എഴുതി കഴിഞ്ഞോ? ജുവല്, മാളവിക ഫിനിഷ്? ടെസാമരി എഴുതിയോ? ഇത് എഴുതി കഴിഞ്ഞ അടുത്തത് പറയാ. കുഞ്ഞുമക്കളല്ലേ, നിങ്ങൾ ഒരുപാട് എഴുതുമ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടാവും അല്ലെ? അനക എഴുതിയോ മോളെ? ഓക്കെ. ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക എഴുതിയല്ലേ? ഓക്കെ, നിങ്ങൾ ഫാസ്റ്റ് ആണല്ലോ. ഓക്കെ മിസ് എന്നാ ക്ലിയർ ചെയ്തോട്ടെ? മിൻഹാജെ ഫിനിഷ്? ഓക്കെ, ഇത് എഴുതിയോ? മക്കളാണല്ലോ, വേഗം എഴുതിയല്ലോ. അമന്ന, ആർ യു ഫിനിഷ്? ഓ യെസ്. ഓക്കെ, അപ്പോ അടുത്തത് പറയാ. നെക്സ്റ്റ്, 1 വിതച്ചാൽ 100 വിളയും. 1 അല്ലെ? വിതച്ചാൽ പറഞ്ഞുകൊണ്ട് എഴുതണം കേട്ടോ മക്കളെ, എന്നാ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. താലം വൃത്തിയില്ല, തായാണേ, താ. 1 വിതച്ചാൽ 1 വിതച്ചാൽ ഇല്ലാന്നേ, വൃത്തി എഴുതണം നിങ്ങള്. 1 വിതച്ചാൽ 100 വിളയും. എന്താ ശ്രീകുട്ടി? ഹലോ. എന്താ ശ്രീകുട്ടി? കേറിയല്ലോ, ഇതിലുണ്ടല്ലോ. മിസ് കേൾക്കുന്നില്ല. 1 വിതച്ചാൽ 100 വിളയും. 100 ഊച്ചിനം. ഇതാണ് ഊച്ചിനം. വിളയും, വാഴുതി ഈ ചിഹ്നിടുക. യും അല്ലേ? 1 വിതച്ചാൽ 100 വിളയും. വിതച്ചാൽ 100 വിളയും. ഓക്കെ, 1 വിതച്ചാൽ 100 വിളയും. അപ്പോ 2 ലൈനിലായി അധികം ആവുന്നുണ്ടോ? നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലേ? സ്ഥലമില്ലേ ആ ഒരു ലൈനിൽ തന്നെ അമന്ന? ഓക്കെ, സ്ഥലമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് ചെറുത് എഴുതാം നമുക്കല്ലേ? ഇനി വിത്തില്ലാതെ ഞാറില്ല. വിത്തില്ലാതെ ഞാറില്ല. ഇത് ക്ലിയർ ചെയ്തോട്ടെ മക്കളെ? ഫിനിഷ് ആയോ എല്ലാവർക്കും? വിത്തില്ലാതെ എഴുതിയിട്ട് എന്തിടണം? വള്ളി അല്ലേ? ഈ ചിഹ്നം. തായുടെ കൂട്ടക്ഷരം വിത്തില്ലാതെ ഇല്ല.
വിത്തില്ലാതെ. വിത്തില്ലാതെ ഞാറില്ല. ഒരേ ലൈനിൽ എഴുതണേ. മിസ്സിന് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് മിസ് താഴെ എഴുതുന്നത്. നിങ്ങൾ ആ ഒരു ലൈൻ തന്നെ നിങ്ങൾക്ക് സ്ഥലമുള്ളത് വരെ എഴുതണം. ഞാറില്ല. വിത്തില്ലാതെ ഞാറില്ല. അപ്പൊ എത്ര ലൈനിലായി? 1 2 3 അല്ലേ? ഇനി രണ്ടെണ്ണം കൂടി എഴുതാൻ അവിടെ സ്ഥലമുണ്ട് അല്ലേ മക്കളെ? ഉണ്ടോ? ഓക്കെ. അപ്പോ കള പറിച്ചാൽ കളം നിറയും. അടുത്തത് ഇത് എഴുതി കഴിയട്ടെ. ഇത് എഴുതി കഴിയ എല്ലാവരും എഴുതേ. അനിഹക്കുട്ടി എഴുതിയോ? ഓക്കെ, എഴുതണേ. നോക്കി എഴുത്. ഓക്കെ. എറിക്ക് എന്തായി മോനെ? എഴുതി കഴിഞ്ഞോ? ആൻസൺ എഴുതുന്നുണ്ടോ? അനീറ്റ, ഫർഹ ഫാത്തിമ എഴുതുന്നുണ്ടല്ലേ? ഡൊമിനിക്, ഹിബ ഫാത്തിമ, ക്രിസ്റ്റി എഴുതുന്നില്ലേ? ഇഫ്ര ഉണ്ട് അല്ലേ? എല്ലാ മക്കളും എഴുതണേ. ഇപ്പൊ തന്നെ എഴുതണേ. ഷിഫാന, നാഫി, കുര്യൻ ജോസഫ്, കെ മുഹമ്മദ്, അഫ്ലു, സയാൻ എഴുതണേ മോനെ. മുഹമ്മദ് ടി എഴുതിക്കോ. വിത്തില്ലാതെ ഞാറില്ല. അപ്പൊ നമ്മൾ ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക. 2 1 വിതച്ചാൽ 100 വിളയും. മൂന്നാമത്തേത് എഴുതത് മൂന്നാമത്തെ ഏതായത് നമ്മള്? വിത്തില്ലാതെ ഞാറില്ല അല്ലെ? അപ്പൊ ഒന്നുകൂടി ഒരു ചെറുത് എഴുതാം നമുക്ക് അല്ലെ? കള പറിച്ചാൽ കളം നിറയും എഴുതാം. കള പറിച്ചാൽ കള പറിച്ചാൽ ഇച്ഛ വേണം. കള പറിച്ചാൽ കളം നിറയും. യും. കള പറിച്ചാൽ കളം നിറയും. കള പറിച്ചാൽ കളം നിറയും. എഴുതിയോ? കള പറിച്ചാൽ കളം നിറയും. കുര്യൻ എഴുതണേ. ഓക്കെ. കള പറിച്ചാൽ കളം നിറയും. നെക്സ്റ്റ് അടുത്ത പറഞ്ഞോട്ടെ. കള പറിച്ചാൽ കളം നിറയും. എല്ലാവർക്കും ഫിനിഷായോ? മുഹമ്മദേ നെറ്റ് ക്ലിയർ ഇല്ല അല്ലേ മുഹമ്മദേ? എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ഒന്നുകൂടി വേണം അല്ലെ നമുക്ക്? എന്താ വേണ്ടേ? വിളയും വിത്ത് മുളയിലറിയാം. വിളയും വിത്ത് മുളയിലറിയാം അല്ലെ? വിളയും വിത്ത് എന്ന് പറഞ്ഞാൽ വിള വരുന്ന വിത്ത് നമുക്ക് മുളയിൽ തന്നെ അറിയാം. വിളയും വിത്ത് മുളയിലറിയാം. മുളയിലറിയാം. പറഞ്ഞോണ്ട് എഴുതി കേട്ടോ. അങ്ങനെ പറഞ്ഞോണ്ട് എഴുതി മക്കളെ. അപ്പൊ വിളയും വിത്ത് മുളയിലറിയാം. വിളയും വിത്ത് മുളയിലറിയാം.
പറഞ്ഞുകൊണ്ട് എഴുതാൻ തെറ്റാതെ എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ 5 എണ്ണായി അല്ലേ? മിസ് ഒന്നുകൂടി വായിക്കാതെ ഒന്നാമത്തെ നമ്മൾ എഴുതിയെന്താ? ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക. ഓക്കെ, ഒന്നാമത്തത് 1 വിതച്ചാൽ 100 വിളയും. രണ്ടാമത് നമ്മൾ എഴുതിയത്. മൂന്നാമത് എഴുതിയെന്താ? വിത്തില്ലാതെ ഞാറില്ല. നെക്സ്റ്റ് നമ്മൾ എന്താ എഴുതിയേ? കള പറിച്ചാൽ കളം നിറയും. ലാസ്റ്റ് വൺ എന്താ എഴുതിയ നമ്മള്? വിളയും വിത്ത് മുളയിലറിയാം. വിളയും വിത്ത് മുളയിലറിയാം. ഓക്കെ, അപ്പൊ എല്ലാ ലൈനും കംപ്ലീറ്റ് ആയോ? ഫിനിഷ് ആയോ? ഓ, അപ്പൊ ഇതും കൂടി എഴുതി കൈ എല്ലാ മക്കളും എഴുതിയോ? അപ്പൊ നമുക്ക് അടുത്തതാ 5th വൺ എന്താണ്? നമുക്ക് പൂരിപ്പിക്കാം അല്ലെ? പൂരിപ്പിക്കണം അല്ലെ? എന്താ പൂരിപ്പിക്കേണ്ടത്? ഇത് കഴിഞ്ഞോ? എല്ലാരും എഴുതിക്കോ. എഴുതി കഴിഞ്ഞിട്ടാകുമ്പോ നോക്ക്. അപ്പൊ അടുത്തത് 5th അല്ലെ? 5th എന്താണ് നമുക്ക് ഇതുണ്ടത്? 5ാമത്തത് പൂരിപ്പിക്കാം അല്ലെ? അതിലെന്താ പറയുന്നത്? ഉചിതമായ പദങ്ങൾ താഴെയുള്ള വൃത്തങ്ങളിൽ പൂരിപ്പിക്കുക അല്ലെ? എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? ആകാശം, കുടുംബം, യാത്ര അല്ലെ? നമ്മൾ ഈ പദസൂര്യൻ തയ്യാറാക്കിയില്ലേ കഴിഞ്ഞ ദിവസം ഏതോ ക്ലാസ്സിലെ? അതുപോലെ. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടത്? എന്താ പറഞ്ഞത്? ഉചിതമായ പദങ്ങൾ താഴെയുള്ള വൃത്തങ്ങളിൽ പൂരിപ്പിക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതില് അച്ഛൻ, ചേച്ചി, അമ്മ, ചേട്ടൻ. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി അല്ലെ? അതെന്താണ്? നമുക്ക് അവിടെ പൂരിപ്പിക്കേണ്ടത്? എന്താണ് ഇഫ്ര? കുടുംബം. ഓക്കെ, അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും അടങ്ങിയതാണ് ഒരു കുടുംബം. ഓക്കെ, കുടുംബം എന്ന് എഴുതണം അല്ലെ? അപ്പൊ ആ കോളത്തിൽ നിങ്ങൾ നോക്കി എഴുതൂലേ? മിസ് എഴുതണ്ടല്ലോ. അവിടെ നോക്കി നടുക്ക് ഡോട്ട് ഇട്ടതിന്റെ മുകളിലേക്ക് കൂടെ എഴുതിക്കോ. അനീറ്റ കുട്ടി എഴുതിക്കോ. അതുപോലെ മുഹമ്മദേ എഴുതിയോ മോനെ? മുഹമ്മദിന് നെറ്റ് ക്ലിയർ ഇല്ലായിരുന്നു അല്ലേ മുഹമ്മദേ? എഴുതിയോ? അപ്പോ ആദ്യത്തെ നമുക്ക് കുടുംബം. കുടുംബം അവിടെ നോക്കി ഇവിടത്തേക്ക് എഴുതണം. കുടുംബം. നെക്സ്റ്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ് പറയുന്നത് സൈക്കിൾ, തീവണ്ടി, കപ്പൽ, വിമാനം. എന്താണത്? യാത്ര അല്ലേ? ഓക്കെ, യാത്രക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ? വാഹനങ്ങളാണത്. എഴുതിക്കോ. സൈക്കിൾ, വിമാനം, തീവണ്ടി, കപ്പൽ. അതേതാണ്? യാത്രക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ യാത്ര അവിടെ നോക്കി നിങ്ങൾ അവിടെ എടുത്തെഴുതണം. യാത്ര. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, മേഘം. എവിടെ ഉണ്ടാവുന്നതാ ഇതൊക്കെ? ഓക്കെ, ആകാശം എന്നാണ് വേണ്ടത് അല്ലെ? ആകാശം. ആകാശം എടുത്ത ഡോട്ടിന്റെ മേലെ എഴുതണം. ഡോട്ട് ഇട്ടിട്ടില്ലേ? ഡാഷ് നോക്കി എഴുതണം. ആകാശം. ഫിനിഷ്. എല്ലാവർക്കും ഫിനിഷ് ആണോ? ഓൾ ഓഫ് യു ഫിനിഷ്? ഓക്കെ, ഫിനിഷ് ആണെങ്കിൽ അടുത്ത പേജ് എടുത്തോ. 6th എന്താണ്? 6ാമത്തെ എന്താണ്? കണ്ടെത്തി എഴുതുക അല്ലെ? സൂര്യയുടെ അടുക്കളത്തോട്ടത്തിൽ പലതരം പച്ചക്കറികളുണ്ട്. അവയിൽ ചിലത് താഴെ പട്ടികയിൽ ഒളിച്ചിരിപ്പുണ്ട്. കണ്ടെത്തി എഴുതുക. നല്ല പണിയാണ് അല്ലെ? നല്ല രസമുള്ള പണിയാണ്. എന്തൊക്കെയാണ് അതിലുള്ളത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയേ. എന്തൊക്കെയാ ഉള്ളത്? ഓക്കെ, ചെയ്തോ. ഫസ്റ്റ് വൺ എന്താണ്? കറിവേപ്പിലയുണ്ട് അല്ലെ? താഴോട്ട് കറിവേപ്പില. അത് അവിടെ തന്നിട്ടുണ്ട്, കറിവേപ്പില. നെക്സ്റ്റ് എന്താ ഉള്ളത്? പടവലം അല്ലെ? പടവലം എടുത്ത് എഴുതിയേ. കണ്ടോ നിങ്ങൾ? 2ാമത്തെ റോയില് താഴോട്ട് പടവലം. പച്ചക്കറിയായ നമ്മളെ പടവലം ഉണ്ട് അവിടെ. എഴുതിക്കോ. നോക്കി എഴുതണം. മിസ് എഴുതി തരണോ? പടവലം.
എന്താ എറിക്കേ? എന്താ എറിക്കണേ? ഓ താഴെ തന്നിരിക്കുന്ന കോളം കണ്ടോ മോനെ? അവിടെ കറിവേപ്പിലാന്ന് ഒന്നിൽ എഴുതിയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് കോളം കണ്ടോ? അവിടെ എഴുതിക്കോ പടവലന്ന്. 2 ഭാഗമായിട്ട് തന്നിട്ടുണ്ട്. വലുത് അതിൽ എഴുതിക്കോ. മനസ്സിലായോ? അപ്പൊ ആദ്യത്തത് പടവലം അല്ലേ? കണ്ടോ? എഴുതിയോ? പടവലന്ന് പടവലം. താഴോട്ട് രണ്ടാമത്തെ റോയിൽ താഴോട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? വെണ്ട ഉണ്ട്. കണ്ടോ നിങ്ങൾ വെണ്ട? എവിടെ വെണ്ട കണ്ടത്? കണ്ടോ മിൻഹാജ്? നമ്മളെ മുമ്പിൽ ഒരു കോളം തന്നിട്ടില്ലേ? പേജ് നമ്പർ 36 6ാമത്തെ പ്രവർത്തനം കണ്ടോ നിങ്ങള്? അതില് ഫസ്റ്റ് വൺ കണ്ടോ നിങ്ങൾ? ഒരു കോളത്തിൽ നമുക്ക് ഇത് പൂരിപ്പിക്കാൻ ഈ നമ്മുടെ ബാലരമയിലെല്ലാം ചെയ്യാറില്ലേ ഇതേപോലത്തെ സംഭവം? ഇത് കണ്ടോ? കറിവേപ്പില താഴോട്ട്. നോക്കിയേ, കറിവേപ്പില ഫസ്റ്റ് വൺ, ഫസ്റ്റ് റോയിൽ താഴോട്ട്. അതെടുത്തിട്ട് അവിടെ തന്നിട്ടുണ്ട്. മനസ്സിലായോ? നെക്സ്റ്റ് വെണ്ട എവിടെയാന്ന് കണ്ടോ? ലാസ്റ്റ് അതേ റോയിൽ താഴോട്ട്, താഴത്തെ 2 പോലത്തെ വെണ്ട കണ്ടോ? ആ മൂലക്കായിട്ട് വെണ്ട. അടുത്തത് വെണ്ടയാണ്. പിന്നെ മറ്റ് നല്ല ഇത് താഴത്തേക്ക് റോയിലേക്കാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നേരെയുള്ള റോ, അതായത് റൈറ്റ് സൈഡിലേക്കുള്ള റോയില് എന്താ ഉള്ളത്? പച്ചമുളക് ഉണ്ട് അല്ലെ? പച്ചമുളക് നിങ്ങൾ കണ്ടോ? നേരെ പൊട് കാ കഴിഞ്ഞിട്ട് അക്ഷരം കണ്ടോ? പ ഇച്ച മുളക് കണ്ടോ? റൈറ്റ് സൈഡിലേക്കുള്ള റോയിൽ നേരെ വായിച്ചു നോക്കിയ മോനെ. പ ഇച്ച മുളക് കണ്ടോ? പച്ചമുളക്. അറിയാലോ പച്ചമുളക്? മനസ്സിലായിട്ടില്ലേ മിൻഹാജിന്? ക്ലിയർ ആയില്ലേ? ഓക്കെ. അതേപോലെ അതിന്റെ താഴത്തെ റോയില് പയർ കണ്ടോ? 3 കോളം കഴിഞ്ഞതിന് ശേഷം പയർ അല്ലെ? പയർ. നെക്സ്റ്റ് വഴുതിനങ്ങ 3ാമത്തെ റോയില് താഴേക്കില്ല കണ്ടോ? നേരെ റൈറ്റിലേക്ക് വായിച്ചോക്കെ. വഴുതിനങ്ങ. ക്രിസ്റ്റി നോക്കുന്നുണ്ടോ? ക്രിസ്റ്റി ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ക്രിസ്റ്റി വെറുതെ ഇരിക്കല്ലേ. ക്ലാസ് ടൈമിൽ നിങ്ങളത് ചെയ്തോ? എഴുതരണോ? ഓക്കെ. ഒന്ന് കറിവേപ്പില അവിടെ ഉണ്ട് കണ്ടോ? അത് നിങ്ങൾ എഴുതണ്ട. കറിവേപ്പില കഴിഞ്ഞ് എന്താണ്? പടവലം. മ്യൂട്ട് ചെയ്യുമോനെ? മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഞാൻ ചെയ്തു. ഓക്കെ. സമയം കഴിയാറായി. അപ്പോ ആദ്യത്തെ ട എഴുതണം. ഇതിലുണ്ട് ഇത് സംഭവം. ലം പടവലം. ആദ്യത്തത് ആ കോളം 2 തരം കോളം തന്നിട്ടുണ്ട്. 1 2 3 4 1 2 3 4 കണ്ടോ? അതിലാണ് എഴുതാൻ പറയുന്നത്. അപ്പൊ പടവലം എഴുതുക 1-ല്. നെക്സ്റ്റ് എന്താ എഴുതണ്ടേ? വെണ്ട. വാക്ക് മുമ്പിൽ എ ചിഹ്നം വേണം. വെണ്ട.
അത് 3 എണ്ണമായി. അപ്പൊ കറിവേപ്പിലയും പടവലും വെണ്ടിയുമായി. അടുത്തത് എന്താണ്? പച്ചമുളക്. പച്ച പച്ചമുളക്. കണ്ടോ? പച്ചമുളക്, പച്ചമുളക്. അത് കഴിഞ്ഞ ഏതാ? പയർ. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞോ മക്കളെ? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞോ? പടവലം കഴിഞ്ഞോ? ടീച്ചറെ ഞാനെല്ലാം എഴുതി കഴിഞ്ഞു. അല്ലേ എഴുതി കഴിഞ്ഞു അല്ലേ? സമയം തീരാറായി. അടുത്ത ദിവസം നമുക്ക് പറഞ്ഞാലോ ഇത്? ഇതുവരെ എഴുതിയോ ക്രിസ്റ്റി? ഇത് 3 എഴുതിയോ? ഓക്കെ, എഴുതിയോ? എഴുതുന്നുണ്ട് അല്ലേ? എഴുതിയോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് കഴിഞ്ഞ കുട്ടികൾ എന്ത് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് മിസ്. നെക്സ്റ്റ് എന്താ എഴുതേണ്ടത്? പച്ചമുളക് കഴിഞ്ഞിട്ട് പയറുണ്ട്. പയർ അത് അതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പയർ. നെക്സ്റ്റ് വഴുതിനങ്ങ. ഊച്ചിനം. ശരിയാവുന്നു. വഴുതിനങ്ങ. നെക്സ്റ്റ് മത്തൻ. അടുത്തത് ഇതിൽ തന്നെ ഇല്ലാന്ന് മിസ് എഴുതി തരുന്നേ, ആ കോളത്തിലുള്ളത്. മത്തൻ. അത് നിങ്ങൾ ബ്രാക്കറ്റിൽ ഇങ്ങനെ കണ്ടുപിടിച്ച് നോക്കണേലേ, വീട്ടിൽ നിന്ന് നോക്കണം. മത്തൻ. പിന്നെ ലാസ്റ്റ് വൺ തക്കാളി. സ്ഥലമുള്ളതുകൊണ്ട് അവിടെ ഇരുന്നേ. ഇത് വേറെയാണ് മത്തൻ. തക്കാളി. അത്രയും അതിലുണ്ട്. ഇത്രയും പച്ചക്കറി നമ്മൾ ഈ തന്നെ കോളത്തിലുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക വേണ്ടത്. ഓക്കെ, 1 മിനിറ്റേ ഉള്ളൂ. ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, എല്ലാ മക്കളും എഴുതിയെടുക്കുക. ഓക്കെ, ബൈ. എഴുതിയെടുത്തോ ഇതുവരെ ഉള്ളത്? ഫിനിഷ് ആയോ ഇഫ്ര, ടെസ? ഓക്കെ, മിൻഹാജ്, അമന്ന എല്ലാരും എഴുതിയോ? അനിക, അനീറ്റ, ഫർഹ എല്ലാ മക്കളും എഴുതണേ. അനക, ആൻസൺ എഴുതിയോ?